ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് ദിവസമായിക്കണം കേട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുത്ത് ചെറിയ ചെറിയ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് എല്ലാവരും ലൈക്ക് കൊടുക്കണേ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കന് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ. രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള ഒരു കുഞ്ഞ് ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് ഞാൻ രാവിലെ ചായക്കൊക്കെ വെള്ളം വെച്ച് മുട്ട പുഴുങ്ങാനൊക്കെ വെച്ച്, അത് രാവിലെ കട്ടൻ ചായക്ക് ഇക്കാക്ക് പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പഴം കഴിക്കാറില്ല. പിന്നെ അത് കട്ടൻ ചായ ഒക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്ന് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുത്തതാണ്. ഇപ്പോൾ ഫുള്ളായിട്ടുള്ള റെസിപ്പി ഇതൊന്നും ഞാൻ പറയണില്ല കേട്ടോ, ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. അതിന് പൊടിയൊക്കെ നല്ല വാട്ടിയെടുത്ത് നല്ല പോലെ കുഴച്ചെടുത്ത് പത്തിരിയൊക്കെ പരത്തി ഒറ്റയ്ക്ക് തന്നെ എല്ലതും ചെയ്യണമല്ലോ. പത്തിരിയൊക്കെ ഇങ്ങനെ പരത്തിയെടുത്ത് ഇപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോഴത്തിന് കറി തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിച്ച് അങ്ങനെ പത്തിരിയിലേക്ക് അതങ്ങനെ ഒരു കറി ആക്കുകയാണ്. അപ്പോൾ തേങ്ങ ഒക്കെ വറുത്ത് ഞാൻ വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് അത് ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ അതിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഇപ്പുറത്തെ സ്റ്റൗവിൽ പത്തിരി അതും ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ചെയ്തെടുത്ത് പത്തിരിയൊക്കെ നല്ല ഒറ്റ പൊള്ളനായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ നല്ല നമ്മൾ ചാമ്പി നല്ല കുഴച്ചെടുക്കുമല്ലേ, അവിടെയാണ് പത്തിരി നല്ല സോഫ്റ്റായി കിട്ടൽ. ഇങ്ങനെ നല്ല ഒറ്റ പൊള്ളനായിട്ട് ഇങ്ങനെ പൊന്തി വരികയൊക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ. പത്തിരിയൊക്കെ കുഴച്ച് ചൂടോടുകൂടി നല്ല പോലെ കുഴച്ചെടുക്കണം പൊടി. കുറച്ച് കൈയൊക്കെ പൊള്ളു, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ആക്കിയിട്ട് അങ്ങനെ തൊട്ടാൽ മതി. അപ്പോൾ നല്ല കുഴച്ചെടുക്കണം, എന്നാൽ നമുക്ക് നല്ല പത്തിരി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ റേഷൻ കടയിലെ പച്ചരി ആകുമ്പോഴും നല്ല സോഫ്റ്റ് പത്തിരി നമ്മൾക്ക് കിട്ടും. റേഷൻ കടയിലെ അരി നമ്മൾ കഴുകി പൊടിച്ചെടുത്തിട്ട് പത്തിരി ചുട്ടാൽ നല്ല പത്തിരി നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് ഞാൻ കറി ഒക്കെ തിളപ്പിച്ച് വെച്ചിരുന്നു. അതിലേക്കൊന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി. അപ്പോൾ ഇത് നമ്മളെ എന്താ പറയുക, മറ്റേ ബ്രോയിലർ കോഴി അല്ലട്ടെ, ബ്രോയിലർ കോഴി അല്ല, ലഗോൺ കോഴി ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കൂലേ, ചണ്ടിക്കോഴി എന്നൊക്കെ പറയും, ആ ഒരു ചിക്കനായിരുന്നു. അപ്പോൾ ആ ചിക്കനാണ് പത്തിരിക്കൊക്കെ ഇങ്ങനെ തേങ്ങ വറുത്ത് വെച്ചാൽ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട്. നമ്മളെ നാടൻ കോഴി ഉണ്ടല്ലോ, നാടൻ കോഴീനെ വറുത്ത് ആ ഒരു കറിയൊക്കെ വെച്ചാൽ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇതിങ്ങനെ കറി വെച്ചാൽ. ഇപ്പോൾ ഏകദേശം നമ്മളെ പത്തിരിയും കറിയും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാനും ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ കേട്ടോ, മോന് വന്നിട്ടില്ല. പിന്നെ അമ്മ അവിടെ ഇക്കാക്കാൻ്റെ വീട്ടിലാണ്. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കണുണ്ട് കേട്ടോ, ഇങ്ങനെ ഫോൺ എന്തെങ്കിലും ആയിട്ട് പെട്ടെന്ന് ഇനി വീഡിയോ ഓഫ് ആയിക്കണോ എന്നൊക്കെ ആക്കാനാണ് ഞാൻ ക്യാമറയിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇതുപോലെ എന്തോ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ വീഡിയോ ഓണായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും വിചാരിച്ചു. പിന്നെ വീഡിയോ അങ്ങനെ ഓഫായി പോയിരുന്നു. അപ്പോൾ ഞാനത് അറിഞ്ഞുമില്ല. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോയിലേക്ക് നോക്കുന്നത്, വീഡിയോ ഓഫ് ആയിക്കണമെന്നുള്ളത്. ഇപ്പോൾ കറിയൊക്കെ പത്തിരിയും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും തന്നെ കുറേ കഴിച്ചിരുന്നു. ഉണ്ടാക്കിയത് ഒരു കുറച്ച് മാത്രമേ ബാക്കി വന്നിട്ടുള്ളായിരുന്നു, ബാക്കി ഉള്ളൂ ഞങ്ങൾ കഴിച്ചിരുന്നു, ഞാനും ഒക്കെയും കൂടി കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ പത്തിരി ഒന്നും നമ്മൾ എപ്പോഴും ഉണ്ടാക്കൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു പൂതിയാണ്. ഇങ്ങനെ ഇതുപോലെ നല്ല കറി ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ പത്തിരി ഉണ്ടാക്കാനൊക്കെ ഒരു പൂതിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ നമ്മളെ കമൻറ്റിലൂടെ നമ്മളെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, താത്താൻ്റെ വീട് എവിടെയാണ്, എത്ര മക്കളുണ്ട് എന്നൊക്കെ. അറിയാത്തൊരു പുതിയ ഫ്രണ്ട്സുകളുണ്ട് എല്ലാവരും ചോദിക്കണേ. അപ്പോൾ എല്ലാവരോടും നമ്മൾ മലപ്പുറം തിരൂരാണ്. പിന്നെ എനിക്കൊരു മോനാണ്, അവന് BSc നഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുകയാണ്. പിന്നെ ഇക്ക റാസൽ ഖൈമയിലാണ്, ഇക്ക ഇപ്പോൾ വന്നതാണ്, വന്നിട്ടിപ്പോൾ 2 മാസമായി.
അപ്പോൾ ഇതൊക്കെ കുറേ നമ്മളെ ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം കേട്ടോ, അങ്ങനെ വീഡിയോ കണ്ടിട്ടും ലൈവ് ഇട്ടിട്ടൊക്കെ ലൈവിലൊക്കെ കുറേ ഫ്രണ്ട്സുകൾ വന്നിട്ട് അവർക്കൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അറിയാത്തവർ വീണ്ടും നമ്മളോട് ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇതാ ഇങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇക്കാൻ്റെ കണ്ണ് ഇപ്പോഴും കൊണ്ട് നല്ലപോലെ റെഡി ആയിട്ടില്ല, ചെറുതായിട്ടൊരു മാറ്റം ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ 2 മാസമായി, ഒരു 6 മാസമൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. നമ്മൾ കോയമ്പത്തൂരും പെരിന്തൽമണ്ണയൊക്കെ കാണിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. ഇപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി, പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുറ്റടിച്ച് വരാൻ അലക്കാനൊക്കെ ഉണ്ടായിട്ട് അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പിന്നെ അയല ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. കറി പിന്നെ തലേ ദിവസത്തെ അയലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രമേ ഞങ്ങളന്ന് കറി എടുത്തിട്ടുള്ളായിരുന്നു. രാത്രി ഞങ്ങൾ കറി എടുത്തിട്ട് രാത്രി പിന്നെ എന്തോ ഒന്ന് വാങ്ങി, പൊറാട്ടയും കറി അങ്ങനെ എന്തൊക്കെയോ വാങ്ങി. അപ്പോൾ പിന്നെ ആ കറി അങ്ങനെ അതുപോലെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി രാത്രി ഇന്ന് ഉച്ചയ്ക്ക് ആ ഒരു കറി ആക്കാൻ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്ത്. പിന്നെ ചോറ് വെച്ചിട്ടോ, ചോറ് വെച്ച് പിന്നെ അയല നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നല്ലപോലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറി നമ്മൾക്ക് വേണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും അങ്ങനെ ചമ്മന്തിയൊക്കെ ചോറിലേക്ക് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ല കാന്താരി മുളക് ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വരാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അടിപൊളി, നല്ല സ്മെല്ലൊക്കെ എന്താ, കാന്താരി മുളകിൻ്റെ സ്മെല്ലില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറിനിട്ട്, അത് മാത്രം മതി. അങ്ങനെ നമ്മളെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്ത് ഇപ്പോൾ അത് നമ്മൾ അയല ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഞാനൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ടെടുക്കുകയാണ് കേട്ടോ. ഒന്ന് തിരിച്ചിട്ടെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം പിന്നെ ഇക്കാക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് ചായയൊക്കെ വെച്ചിരുന്ന് പിന്നെ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വേറൊരു കറിയും വേണ്ടല്ലോ അല്ലേ ചോറിലേക്ക്. അപ്പോൾ പിന്നെ നമ്മൾക്ക് അന്ന് ഇക്കാക്കാൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ ഉണ്ണിത്തണ്ട് ഉണ്ടല്ലോ, ഉണ്ണിത്തണ്ടും പയറും കൂടി അങ്ങനെ തോരൻ ഉണ്ടാക്കിയിട്ട് അതും കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഇക്കാക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇക്കാക്ക് ഒരു ആപ്പിളും കൂടി കട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അന്നൊക്കെ ഷുഗറുണ്ട്, ഇപ്പോൾ ഷുഗർ ഇല്ല കേട്ടോ, അൽഹംദുലില്ലാ മാഷാഅല്ലാ. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറൊക്കെ നല്ലപോലെ കുറഞ്ഞിപ്പോൾ നോർമൽ പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് മധുരമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കണ ഒരു അരമണിക്കൂർ മുന്നേ ഒരു ആപ്പിളൊക്കെ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആ ചായ കൊടുത്തതും മധുരമില്ലാത്ത ചായയായിരുന്നു. അപ്പോൾ ഒരു ആപ്പിൾ കൂടി അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇക്കാക്ക് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു വത്തക്ക അവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചതാണ് കേട്ടോ. വത്തക്ക ജ്യൂസ് അടിച്ചിട്ട് ഞാൻ അങ്ങനെ കുടിച്ച്. അപ്പോൾ നല്ല വെയിലാണ്, മഴ ഇല്ലാത്ത ടൈമിൽ നല്ല വെയിലും നല്ല ചൂടുമാണല്ലോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഫുഡൊന്നും നമ്മൾ രാവിലെ കഴിച്ചാൽ പിന്നെ വേറെ ഇങ്ങനെ വെള്ളം അങ്ങനെ ഒന്നും നമ്മൾക്ക് കുടിക്കാൻ തോന്നില്ല. അപ്പോൾ ഓരോ ജോലി അതെടുക്കട്ടെ അത് കഴിയട്ടെ എന്നിട്ട് അതെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുടിക്കാം, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആവൂട്ടാ.
അപ്പോൾ എല്ലാവരും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ നല്ല വെള്ളം കുടിക്കണം കേട്ടോ. നമ്മൾ ഈ ജോലി കഴിയട്ടെ എന്നിട്ട് നമ്മൾക്ക് പിന്നെ വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ നമ്മളെ ശരീരം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കിച്ചണിലാണെങ്കിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നല്ല പോലെ വെള്ളം കുടിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ വത്തക്ക ഒന്ന് ജ്യൂസ് അടിക്കാൻ, വത്തക്കയിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വത്തക്ക അങ്ങനെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കണം. നല്ല മധുരമുള്ള വത്തക്ക, പഞ്ചസാര ഒന്നും നമ്മൾ വേറെ ഇതിലിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അതൊന്ന് അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിച്ചു. ഇപ്പം മഴക്കാലമായിട്ടും വത്തക്കൻ്റെ സീസണൊന്നും കഴിഞ്ഞിട്ടില്ല. ഏതൊരു കടയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും വത്തക്ക ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ. ഇതിപ്പോൾ നമ്മൾക്ക് നോമ്പിനാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം തന്നെ ആവും ഈ വത്തക്ക അല്ലേ. വത്തക്ക എന്ന് തന്നെ നമ്മൾ പറയും. എല്ലാവരും ചക്കരമത്ത, തണ്ണിമത്ത എന്നൊക്കെ പറയൂലേ. അപ്പോൾ വത്തക്ക നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. എപ്പോൾ കഴിക്കാനായാലും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ ഒരു ജ്യൂസ് അടിച്ചൊക്കെ അങ്ങനെ കുടിക്കുമ്പോഴൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് അടിച്ചപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുന്ന പാടെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കുടിച്ചപ്പോൾ നല്ല തണുപ്പിട്ട. എനിക്കാണെങ്കിൽ നല്ല തണുപ്പുള്ളത് അങ്ങനെ കുടിക്കാനും പറ്റില്ല, വേഗം തൊണ്ടവേദന വരും. പിന്നെ ഞാനത് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ച് പിന്നെ ഒന്ന് തണുപ്പാറിയതിന് ശേഷമാണ് പിന്നെ ഞാൻ കുടിച്ചത്. ഇപ്പോൾ അതാ നമ്മളെ ചോറും മീൻകറിയും ചമ്മന്തിയും അയല പൊരിച്ചതും പിന്നെ ഇക്കാക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്ന ഉണ്ണിത്തണ്ടും എന്താ പറയുക പയറും കൂടി തോരനും ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ കോഴീനെ കുറേ പേരൊക്കെ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കോഴി മുട്ടയിടാറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമൊന്നുമില്ല. പാവാണ്. എപ്പോൾ വിളിച്ചാലും നമ്മളൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള കോഴികളൊക്കെ ഇപ്പോൾ ഇവർക്ക് കൂടുതൽ ചൂടും പറ്റൂല, കൂടുതൽ തണുപ്പും പറ്റൂല. അപ്പോൾ ഈ ഒരു മഴയും ഇതൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഈ കോഴിക്ക് ഇനിയിപ്പോൾ തണുപ്പായിട്ട് എന്തെങ്കിലും ആവുമോ എന്നൊക്കെ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ ചോറും കറിയും ഒക്കെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ വൈകുന്നേരം ഇക്കാക്ക് ചെറുപയർ പുഴുങ്ങിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ചെറുപയറും കൂടി ഒന്ന് അങ്ങനെ കുക്കറിൽ അങ്ങനെ വേവിച്ചിട്ടിട്ട് പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവരോടും ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അവരേക്കും അസ്സലാമു അലൈക്കും, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.